ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ ഈവനിങ് റുട്ടീനാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ കുറേ മുൻപ് പോസ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു ഡേ ഇൻ മൈ ലൈഫൊക്കെ. അപ്പോൾ അത്രയും ഫുൾ ഡേ ആയിട്ട് പിടിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഈവനിങ് റുട്ടീനാവുന്നത് എന്തായാലും. അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് 2 മണിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ, അതായത് ഒരു 1:30 ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഞാൻ റൂമിൽ വന്നിട്ട് യൂട്യൂബിൻ്റെ എഡിറ്റിംഗ് വർക്ക്സും അതുപോലെ തന്നെ കമൻസും റിപ്ലൈ ചെയ്യലൊക്കെ ആ ടൈമിൽ മാത്രമേ ചെയ്യാറുള്ളൂ. ബാക്കി ടൈമിലൊക്കെ ജസ്റ്റ് ചെക്ക് ചെയ്യുന്നുള്ളൂ. പക്ഷേ അങ്ങനത്തെ ജോലികളൊക്കെ അപ്പോഴാണ് ഇരുന്ന് ചെയ്യാറ്. അപ്പോൾ ഒരു 3 മണി വരെ അത് ചെയ്ത ശേഷം എന്താ പറയുക, ഞാൻ മക്കൾക്ക് വല്ല സ്നാക്സ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ വേഗം വരും, അല്ലെങ്കിൽ കുറച്ചും കൂടി നേരം ഇരിക്കും. ചിലപ്പോൾ വല്ലതും വീട്ടിലുണ്ടെങ്കിൽ അത് ഉണ്ടാക്കുള്ളൂ. അപ്പോൾ ദോശയുടെ എന്തെങ്കിലും രാവിലത്തെ മാവ് എന്തെങ്കിലും ഇരിക്കുന്നത് അതൊക്കെ ഉണ്ടാക്കുക എന്തെങ്കിലും ചെയ്യും. അപ്പോൾ ഇന്ന് പൊട്ടാറ്റോ വെച്ചിട്ടുള്ളൊരു സ്നാക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ അത് കുക്കറിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. വൈകുന്നേരത്തേക്കാണെങ്കിൽ ഇന്ന് ചോറ് ഇത്തിരി കുറവ്, അപ്പോൾ പിന്നെ ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് ജസ്റ്റ് കുഴച്ച് വെക്കണമെന്ന് മാത്രം, വേറെ ഒന്നും ചെയ്യുന്നില്ല, കുഴച്ചതൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വൈകുന്നേരം കുറച്ച് കഴിഞ്ഞിട്ടുണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഇന്ന് വീക്കെൻഡുമാണ്. വീക്കെൻഡ് മീൻസ് നാളെ വീക്കെൻഡ് ആവാൻ പോകണം. അപ്പോൾ ഇന്നൊരു റിലാക്സ് ആയിട്ടുള്ള ദിവസമാണ്, വേറെ പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. പിന്നെ സാമ്പാർ ഉച്ചയ്ക്കത്തെ ഇരിക്കുന്നുണ്ട്, കുറച്ചധികം ഉണ്ട്. അപ്പോൾ പിന്നെ വൈകുന്നേരത്തേക്ക് അത് മതി. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി ഞാൻ വെച്ചു. അപ്പോൾ ചപ്പാത്തി വൈകുന്നേരം ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ക്യാബേജ് കുറച്ചിരിക്കുന്നുണ്ട്, അപ്പോൾ അതൊന്ന് അരിഞ്ഞ് വെച്ചാൽ ഒരു ഉപ്പേരി പോലെ ഉണ്ടാക്കുക. അപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഉപ്പേരി, പക്ഷേ അത് കഴിഞ്ഞു പോയി. അപ്പോൾ എന്തായാലും വൈകുന്നേരത്തേക്ക് ഞങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് അപ്പോൾ ഉണ്ടാക്കി അത് തീർക്കും. പിന്നെ അടുത്ത ദിവസത്തേക്ക് പെൻഡിങ് വെക്കൽ കുറവാണ്, ഉണ്ടെങ്കിൽ തന്നെ അത്ര അധികം ഒന്നും ഉണ്ടാവാറില്ല. അപ്പോൾ എന്തായാലും ക്യാബേജൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതും ഞാൻ ചപ്പാത്തി ഉണ്ടാക്കണതിൻ്റെ ഒപ്പം തന്നെ അപ്പുറത്തെ സൈഡിൽ ഉണ്ടാക്കാമെന്ന് പ്ലാൻ ചെയ്യണേ. അപ്പോൾ എന്തായാലും ഇനി ചായക്കുള്ള പലഹാരം കൂടി ഉണ്ടാക്കണം. അപ്പോൾ ചായയും മക്കൾക്ക് പാലും അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പൊട്ടാറ്റോ വെച്ചിട്ടൊരു പൊട്ടാറ്റോ ബോൾസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഞാൻ നെറ്റിൽ കണ്ടതാണ്. വേണമെങ്കിൽ എൻ്റെ റെസിപ്പിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കത് വേണമെങ്കിൽ ഉണ്ടാക്കി നോക്കാം, വളരെ ഈസിയാണ്. അപ്പോൾ മക്കൾക്ക് ഫ്രൈഡ് ആയിട്ടുള്ളതൊന്നും എപ്പോഴും കൊടുക്കാറൊന്നുമില്ല. ഇന്നപ്പോൾ അവർക്ക് എന്തായാലും ഒരു സ്പെഷ്യൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയെന്ന് മാത്രം. അപ്പോൾ അവർ മഞ്ഞൾപ്പൊടി ചേർക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ റെസിപ്പിയിൽ, ഞാനത് ചേർത്തില്ല. ഞാൻ ജസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ബാക്കിയൊക്കെ പറഞ്ഞ പോലെ തന്നെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. 4 മണിക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും ആദ്യം ചെറിയ മോള് വരിക. അപ്പോൾ അവൾ വന്നു കഴിഞ്ഞാൽ അവളുടെ ബാഗും അതൊക്കെ വേഗം തന്നെ എടുത്ത് വെക്കൽ, ടിഫിൻ ബോക്സ് വെക്കൽ, അതൊക്കെ ഞാൻ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമൊന്നുമില്ല പക്ഷെ പറഞ്ഞാൽ ചെയ്യാൻ, എന്നാലും എങ്ങനെയെങ്കിലൊക്കെ പറഞ്ഞ് സോപ്പൊക്കെ ഇട്ടൊക്കെ ഒന്ന് ചെയ്യിപ്പിക്കും. കാരണം നമുക്ക് പണി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും അവളെ കൊണ്ട് അതൊക്കെ ഒന്ന് ചെയ്യിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ മൂത്ത മോള് വരാം. അപ്പോഴേക്കും ചെറിയ മോള് ചായയൊക്കെ കുടിക്കും, കാരണം മറ്റോള് വരുമ്പോഴേക്ക് ലേറ്റ് ആവും. അപ്പോൾ മൂത്ത മോള് വരുമ്പോഴാണ് ഞാൻ ചായ കുടിക്കാറുള്ളൂ. ബാക്കി വീട്ടിലെല്ലാവരും ചെറിയ മോള് ഞങ്ങളൊക്കെ ഒപ്പമാണ് ചായ കുടിക്കലും പരിപാടികളൊക്കെ. സാധാരണ ചെടി നനയ്ക്കൽ ആ പരിപാടികളൊക്കെ അച്ഛൻ്റെ അമ്മേൻ്റെ ജോലികളൊക്കെയാണ്. പക്ഷേ ഇന്ന് അവരില്ലാത്തതുകൊണ്ട് പിള്ളേരെന്തായാലും അവർക്കും ഒരു രസമാണ്, മുടക്കല്ലേ നാളെ എന്തായാലും. അപ്പോൾ പിന്നെ അവരാണ് ഇന്ന് അതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും പിള്ളേരുടെ കുറച്ച് കളിയും അതൊക്കെയാണ്. ഞാനും അവരുടെ പിന്നാലെ കുറച്ച് നേരം കിടന്ന് നടക്കണം, കാരണം ഇന്ന് വലിയ ടെൻഷനില്ല, സ്ലോയിൽ പോയാൽ മതി. അപ്പോൾ എൻ്റെ ഇനിയത്തുള്ള ജോലി എന്ന് പറഞ്ഞാൽ പാത്രങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കഴുകി വെക്കണം. മാത്രമല്ല വീട് ഫുള്ളൊന്ന് ചെക്ക് ചെയ്യും ഞാൻ, എന്തെങ്കിലുമൊക്കെ വലിച്ചു വാരിയിട്ടുണ്ടോയെന്ന്. മക്കൾ വന്ന ശേഷം അത്രയും വൃത്തിയുടെ ആവാറില്ല, കാരണം അവർ വീടിൻ്റെ പുറത്താണല്ലോ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാലും ജസ്റ്റ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, അത്ര തന്നെ, വേറെ ഒന്നും ചെയ്യേണ്ട. ഇനി എന്തെങ്കിലുമൊക്കെ മാറി കിടക്കണമെങ്കിൽ അതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നൈറ്റ് ടൈം ക്ലീനിങ്ങിൽ ഞാൻ മുൻപത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ ചെയ്യാറെന്ന് കൃത്യമായിട്ട്. അപ്പോൾ വൃത്തിയുടെ ആയിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ആ റുട്ടീൻ വേണമെങ്കിൽ ചെക്ക് ചെയ്തിട്ട് അതുപോലെയൊക്കെ ചെയ്യാം. അപ്പോൾ എന്തായാലും ഇന്ന് അത്ര വലിയ കുഴപ്പമില്ല. അപ്പോൾ പിന്നെ എന്തായാലും എനിക്ക് ബാക്കിയുള്ള ജോലികളിലേക്ക് പോവാം.
അപ്പോൾ ഇനിയുള്ള ടൈം എന്ന് പറയുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ കെയറിങ്ങിൻ്റെ ടൈമാണ്. അതായത് അവരുടെ മുടിയിൽ ഓയിലും കാര്യങ്ങളൊക്കെ ചെയ്ത് അവരുടെ ബാത്ത് ടൈമാണ്. അപ്പോൾ ഫ്രഷ് ആയി കഴിഞ്ഞാൽ അവർക്ക് ഇനി പഠിക്കുകയോ കളിക്കുക എന്താ വെച്ചാൽ ചെയ്യുക. അപ്പോൾ ഇന്നും ഞാൻ പറഞ്ഞല്ലോ നാളെ മുടക്കായതുകൊണ്ട് ഇന്ന് അവർക്ക് കളിക്കാനും അല്ലെങ്കിൽ അവരുടെ അങ്ങനത്തെ ആക്ടിവിറ്റീസിന് വേണ്ടി വിട്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ക്രാഫ്റ്റോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടി ടൈം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ള ജോലി എന്ന് വെച്ചാൽ എനിക്ക് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ചപ്പാത്തി ഉണ്ടാക്കണം, അതുപോലെ ക്യാബേജ് ഉപ്പേരി അതും വെക്കണം. അപ്പോൾ അത് കഴിഞ്ഞാലാണ് എൻ്റെ സെൽഫ് കെയറിൻ്റെ ടൈം വരുന്നത്. അപ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ചപ്പാത്തിയും ക്യാബേജ് ഉപ്പേരി അതുപോലെ തന്നെ സാമ്പാറാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ ഇന്ന് വെജിറ്റേറിയനാണ് കഴിക്കാറ്. സാധാരണ വെള്ളിയാഴ്ച സാധാരണ ഞങ്ങൾ നോൺ വെജ് വെക്കാറില്ല. സാറ്റർഡേ സൺഡേ ആണ് നോൺ വെജ് കഴിക്കാറ്. കൂടുതൽ ദിവസങ്ങളിൽ ഇവിടെ വെജിറ്റേറിയൻ ആയിട്ട് എല്ലാവർക്കും ഇഷ്ടം. അതുകൊണ്ട് തന്നെ വെജാണ് കൂടുതൽ ഉണ്ടാക്കാറ്. അപ്പോൾ ഇനി എൻ്റെ ഒരു സ്കിൻ കെയർ റുട്ടീനും കൂടി പറയാം. അപ്പോൾ ഇത് അതിനുള്ള ടൈമാണ്. ഈ ആഴ്ചയിൽ ഒരിക്കൽ എന്താ പറയുക, ആദ്യം തന്നെ ഫേസ് വാഷ് വെച്ചൊന്ന് കഴുകും. അതിന് ശേഷം ഒന്ന് ഫേസ് സ്ക്രബ് ചെയ്യുന്ന ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട്. ഇപ്പോൾ ഇത് പപ്പായ കുക്കുംബറിൻ്റെ സ്ക്രബാണിത്. ഒഡിയോൺ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണിത്. ഇതെനിക്ക് കറക്റ്റ് അവിടെ കിട്ടാമെന്ന് അറിയില്ല. ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ഷെയർ ചെയ്യാം. നല്ല ഒരു സ്ക്രബാണ് കേട്ടോ. ഫുൾ ബോഡി സ്ക്രബ്ബറാണ്. അതുകൊണ്ട് നമുക്ക് ഇത് കൈമയും കാലുമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. നല്ലൊരു സ്ക്രബ്ബറാണ്. എനിക്ക് കുറേ നാളായിട്ട് ഉപയോഗിക്കുന്നതായിരുന്നു. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഫേസ് വാഷ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഓറഞ്ച് ഫേസ് വാഷാണ് ഹിമാലയയുടെ തന്നെ ഒരു ഫ്രൂട്ട് പാക്ക് എന്ന് പറഞ്ഞിട്ട് സംഭവം വരുന്നുണ്ട്. അതാണ്. അതിന് ശേഷം ലാസ്റ്റ് ഒരു അരമണിക്കൂറൊക്കെ ഇത് ഇട്ട് ഇരുന്നിട്ട് നമ്മുടെ മുഖം കഴുകി കളഞ്ഞാൽ മതി. അപ്പോൾ അതും കൂടി ഉപയോഗിക്കുന്നുണ്ട്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഗുഡ് വൈബ്സിൻ്റെ തന്നെ ചാർക്കോൾ മാസ്ക് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. പീൽ ഓഫ് മാസ്ക് അല്ല, ജസ്റ്റ് മാസ്ക് ആണത്. ഇട്ടിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 15-20 മിനിറ്റ് ഇട്ടിട്ട് കഴുകി കളയുന്ന മോഡൽ മാസ്കാണ്. നല്ലതാണ്. ഓയിലി സ്കിന്നാണെങ്കിൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ അത് നമുക്ക് ഒരു എന്താ പറയുക നോർമൽ സ്കിൻ ടോൺ നമുക്ക് കിട്ടുന്നുണ്ട് അത് ഇടുമ്പോൾ. നോർമൽ സ്കിൻകാർക്ക് അത്രയ്ക്കും ഇതില്ല, പ്രത്യേകിച്ച് അങ്ങനെ വലിയ ഇത് തോന്നില്ല. നല്ലൊരു പാക്കൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഫേസ് നല്ല എന്താ പറയുക റിഫ്രഷ് ആവുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ 2 പാക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലിങ്കൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെയുള്ളത് ഇനി നമ്മുടെ ഫ്രഷൊക്കെ ആയ ശേഷമുള്ള കുറച്ച് സംഭവങ്ങൾ എന്തൊക്കെയാണ് കോസ്മെറ്റിക്സ് ഉപയോഗിക്കുന്നത് കൂടി പറയാം. ബോഡി ക്രീമായിട്ട് ഉപയോഗിക്കുന്നത് ക്രീം 21ൻ്റെ അൾട്രാ ഡ്രൈ സ്കിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ക്രീമാണ്. കാരണം അത് ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നിൽ നന്നായിട്ടൊന്ന് ഉണ്ടാവും, കുറേ നേരത്തേക്ക് ഉണ്ടാവും, പോവില്ല. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ എനിക്കൊരു ബ്രാൻഡ് അയച്ചു തന്നിട്ടത് മാമ എർത്ത് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ എന്താ പറയുക, എനിക്ക് പേഴ്സണലി ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു കാര്യം ആകെ വിഷമമുള്ളത് ഓൺലൈനിൽ മാത്രം അത് കിട്ടണമല്ലോ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അത് ഞാൻ വീണ്ടും മേടിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെറ്റിൽ സെർച്ച് ചെയ്താൽ മാമ എർത്തും ചെക്ക് ചെയ്താൽ കിട്ടും. പിന്നെ പോൺസിൻ്റെ വിൻ്റർ ക്രീമാണ് മുഖത്ത് ഇടാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അത് വൈകുന്നേരം അത് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഡ്രൈനെസ് കുറഞ്ഞു കിട്ടാൻ പോൺസിൻ്റെ ഈ ക്രീമാണ് മുഖത്ത് ഉപയോഗിക്കുന്നത്. പിന്നെയുള്ളത് യാഡ്ലിയുടെ ലാവൻഡറിൻ്റെ പൗഡറാണ് നോർമൽ ഇത്. പിന്നെ ഡിയോഡ്രൻ്റായിട്ട് ഡോവിൻ്റെ ഒറിജിനൽ എന്ന് പറഞ്ഞ ഫ്ലേവറാണ്, അതാണ് ഉപയോഗിക്കുന്നത്. ആ ഒരു ഇതിൽ പെട്ടത്. പിന്നെ ലിപ് ബാം ആയിട്ട് ഉപയോഗിക്കുന്നത് ഹിമാലയയുടെ തന്നെ ലിപ് ബാമാണ്. ഹിമാലയയുടെ കുറേ പ്രൊഡക്ട്സ് ഒക്കെ നല്ലതാട്ടോ. ഞാൻ കുറേയൊക്കെ ട്രൈ ചെയ്തിട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ചിലത് എനിക്ക് വേറെ ട്രൈ ചെയ്തപ്പോൾ ഇഷ്ടപ്പെട്ടപ്പോഴാണ് പിന്നെ അത് മാറ്റിയത്. പക്ഷേ പിന്നെ ഓയിലായിട്ട് ഉപയോഗിക്കുന്നത് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ്. കറിവേപ്പിലേക്ക് വെച്ച് കാച്ചിട്ടുള്ള ഓയിൽ. അതിൻ്റെ റെസിപ്പി മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കും അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവർ ഓയിൽ ചെയ്യണ സമയത്ത് തന്നെ ഞാനും ഡെയിലി അല്ലെങ്കിൽ ഒന്നരാടെങ്കിലും അതിന് ശ്രമിക്കാറുണ്ട്. ഇനി പുറത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ മാത്രം സൺസ്ക്രീൻ ഇടാറുണ്ട്. നേച്ചേഴ്സ് എസൻസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ സൺ ബാൻ, അത് SPF 40 ഉള്ളത് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ വെയിലത്ത് പോയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കരിവാളിപ്പ് ഇല്ലാതിരിക്കാനും നല്ലതാണ്. ഞാൻ അത് ഉപയോഗിച്ചിട്ട് എനിക്ക് നന്നായിട്ട് തോന്നിയിട്ട്. ഞങ്ങൾ അതിരപ്പള്ളി ടൂറ് പോയി കഴിഞ്ഞപ്പോൾ അവിടെ നല്ല വെയിലുണ്ടായിരുന്നു. എന്നിട്ടും ഞങ്ങൾക്ക് ഒട്ടും കരിവാളിപ്പ് ഉണ്ടായിരുന്നില്ല. പിന്നെ പെർഫ്യൂം ആണെങ്കിൽ 2 ഉള്ളത് ഡേവിഡോഫിൻ്റെ കൂൾ വാട്ടർ എന്ന് പറഞ്ഞ പെർഫ്യൂം. അത് ആണുങ്ങളുടെ ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ സംഭവം നല്ല ലൈറ്റ് സ്മെല്ലാണ്, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ടൊരു പെർഫ്യൂം, അത് പെണ്ണുങ്ങളുടെ തന്നെയാണ്. മറ്റേത് എനിക്കൊരു ഡൗട്ട് ഉണ്ട്, എനിക്കത് കറക്റ്റ് അറിയില്ല. അപ്പോൾ അതറിയുന്നവരെന്ന് പറയാം. അപ്പോൾ അതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രെയറാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഫുഡ് കഴിക്കൽ. അപ്പോഴൊക്കെ ഏതാണ്ട് ടൈമായി. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് റിലാക്സ് ചെയ്ത് എല്ലാവരും ഇരിക്കുകയാണ്. അപ്പോൾ പാത്രങ്ങൾ ബാക്കി കറികളുടെ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ കഴുകി വെക്കലും. പിന്നെ സ്റ്റൗവ് ഒന്ന് നന്നായി വൈപ്പ് ചെയ്ത് ക്ലീൻ ചെയ്ത് കൗണ്ടർ ടോപ്പ് ഫുൾ ക്ലീൻ ചെയ്ത്. കിച്ചൺ ഡീപ്പ് ക്ലീനൊന്നും അല്ല കേട്ടോ, ജസ്റ്റ് എന്താ പറയുക പാത്രങ്ങൾ കഴുകി വയ്ക്കുക, സ്റ്റൗവ് ക്ലീൻ ചെയ്യുക, കൗണ്ടർ ടോപ്പിൽ അവിടെയുള്ള പാത്രങ്ങളൊക്കെ വൈപ്പ് ചെയ്ത് വയ്ക്കുക, അത്രയ്ക്കുള്ളൂ. അങ്ങനെ ചെയ്ത് നൈറ്റ് ടൈം ക്ലീനിങ് റൂട്ടീൻ ഞാൻ മുൻപത്തെ വീഡിയോയിൽ പോസ്റ്റ് ചെയ്തതിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ ചെയ്യണമെന്ന്. അപ്പോൾ അതൊക്കെ കഴിയുമ്പോൾ കിച്ചൺ നല്ല ക്ലീനായി മുടക്കുള്ള ദിവസമായാലും ഇങ്ങനെ ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ രാവിലെ നമുക്ക് എനിക്ക് വരുമ്പോൾ ഒരു പ്രോബ്ലം ഇല്ല, ഒരു ടെൻഷനില്ല, റിലാക്സ് ആയിട്ട് പണികൾ തുടങ്ങാം. ഇതൊക്കെയാണ് അവൻ്റെ മെയിനായിട്ടും ഈവനിങ്ങിലൊക്കെ ഉള്ള കാര്യങ്ങൾ. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ യൂട്യൂബിൻ്റെ കമൻസോ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യലാണ്. പിന്നത്തെ പണികൾ എഡിറ്റിങ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ ടൈമിൽ ഇരുന്ന് ചെയ്യാൻ പറ്റില്ല റിലാക്സ് ആയിട്ട്. പ്രത്യേകിച്ച് നാളെ ക്ലാസ് ഇല്ലാണ്ടാവുമ്പോൾ നമുക്കൊരു സമാധാനമാണ്. പക്ഷേ ക്ലാസ്സുള്ള ദിവസങ്ങളിൽ ഇങ്ങനെയല്ല, വേഗം കെടുക്കും. ക്ലാസ് ഇല്ലാത്ത ദിവസം അത്രയും സ്ട്രിക്റ്റ് ഒന്നുമില്ല.
അപ്പോൾ എന്തായാലും ഇന്നത്തെ റുട്ടീൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നല്ലൊരു ബിസി ഡേയുടെ റുട്ടീനും കൂടി ഞാൻ വേറെ ദിവസം പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും നിങ്ങൾക്കും വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതുവരേക്കും നിങ്ങളെല്ലാവരോടും ബൈ ബൈ.